കുഞ്ഞുവാവയുടെ കണ്ണ് കണ്ടോ? കുഞ്ഞുവാവയുടെ കണ്ണിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഴുപ്പുമുണ്ട്. കുഞ്ഞുവാവകൾക്ക് എന്തുകൊണ്ടാണ് കണ്ണുനീർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വാട്ടറിങ് ഓഫ് ഐസ് പല കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അതിന് കാരണം അവരുടെ ടിയർ ഡക്റ്റിന്റെ ബ്ലോക്ക് കാരണമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറി ഡിസ്ചാർജ് വരുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് പഴുപ്പ് വരാറുണ്ട്, കണ്ണ് തുറക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര അസ്വസ്ഥത വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ആന്റിബയോട്ടിക്കിന്റെ ഐ ഡ്രോപ്സ് ആവശ്യമായിട്ട് വരും. പക്ഷെ എല്ലാ കുട്ടികൾക്കും അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക് ഡ്രോപ്സിന്റെ ആവശ്യമില്ല. കണ്ണിനീർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഐ മസാജ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ഐ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലാൻഡിന്റെ തൊട്ട് മേളിൽ നിന്ന് മൂക്കിന്റെ ഇവിടം വരെ പ്രസ് ചെയ്ത് ഫേം ആയിട്ട് സാധാരണ രീതിയിൽ ഒരു മസാജ് ചെയ്താൽ മതി. അതൊരു 3 മുതൽ 4 തവണ വരെ കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ചില കുട്ടികൾക്ക് ഇങ്ങനെ മസാജ് ചെയ്താലും മാറാതിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയി ഡിസ്ചാർജ് വരുന്നു, പഴുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ ഈ പടത്തിൽ കാണുന്ന പോലെ കണ്ണിന്റെ ഇവിടെ തടിച്ച് ചുമന്നിരിക്കും. അതിന് കാരണം ആ ഡക്റ്റ് ബ്ലോക്കായി കണ്ണുനീർ ഗ്രന്ഥിയുടെ അവിടെ ഇൻഫെക്ഷൻ വരുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് സിറിഞ്ചിങ് എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാട്ടറി ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഐ മസാജ് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. 1 വയസ്സ് കഴിഞ്ഞ് മാറാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക. കുഞ്ഞുവാവയുടെ കണ്ണ് കണ്ടോ? കുഞ്ഞുവാവയുടെ കണ്ണിൽ